എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തിന്റെ കീഴിലേക്ക് പോവാം. 2025 ആദ്യത്തെ മത്സരം തുടങ്ങുകയാണ്. ആർക്കായിരിക്കും ആദ്യത്തെ വിജയം എന്നുള്ളത് നോക്കാം. 2024 എന്തായാലും ചെറുക്കൻ ഏറ്റവും കൂടുതൽ വിജയത്തോടെ വളരെ കുറഞ്ഞ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് മുന്നേറി ജയിച്ചിരിക്കുകയാണ്. എന്തായാലും 2025 വിട്ടുകൊടുക്കൂലേ? ഓക്കെ, പരാജയപ്പെടുന്നതിന് തൊട്ട മുന്നേ വരെ ആത്മവിശ്വാസം വളരെ നല്ലതാന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പരാജയപ്പെട്ടാലും ആത്മവിശ്വാസമാണ് കൂടുതൽ ത്രില്ലാണ്. ഓക്കെ, എന്തായാലും എന്താണ് ഇന്നത്തെ അജണ്ട? ഫസ്റ്റത്തെ അല്ലേ ഇന്ന് നമുക്ക് മമ്മൂക്കയുടെ 2 സംഭവബഹുലമായിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട്. അത് കിട്ടുന്നവർ വിജയിക്കും. രണ്ടും കിട്ടുന്നവരല്ല, അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ. ഓക്കെ, ഹെഡ് എടുത്തോ. ഓക്കെ, ഫസ്റ്റ് ഗിരി മമ്മൂക്ക വരൂ, എൻ്റെ കൂടെ വരൂ അല്ലേ. ഫസ്റ്റ് ഗിരി ദേവ. സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 31. ഷാഹിദ് കപൂറാണ് നായകനായിട്ട് വരുന്നത്. റോഷൻ ആൻഡ്രൂസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മുംബൈ പോലീസിന്റെ റീമേക്ക് എന്താവും? തെറി റീമേക്ക് എന്തായി എന്നുള്ളത് നമുക്ക് അറിയാലോ. എന്തായാലും ഇതിന്റെ ഭാവി എന്താവും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ദേവ സിനിമ, ആ ക്യാരക്ടർ നെയിമിലൊരു മമ്മൂട്ടി ഉണ്ട്, ദളപതി. ഇഡ്ലിക്കടൈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതെ, നമ്മുടെ ധനുഷ് നായകനാവുന്ന സിനിമയാണ്. ആള് തന്നെയാണ് ഇതിന്റെ സംവിധാനം. ആളിനി ഒരു ഫീൽ ഗുഡ് പിടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നു. അതെ, അച്ഛൻ്റെ കൂടെ അല്ലേ? അച്ഛനാണ് തോന്നുന്നു. ഫീൽ ഗുഡ് പിടിക്കാനാണോ? പറയാൻ പറ്റില്ല. ലാസ്റ്റിലേക്ക് പോസ്റ്റർ ഒന്നും കണ്ടിട്ട് ഒന്നും ചിന്തിക്കണ്ട. അടുത്തത് വേറെ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളല്ലേ. കാതലുക്ക് നേരമില്ലേ? പിന്നെന്താ കാതലിക്കാൻ നിൽക്കുന്നത്? അല്ല, എനിക്ക് നേരമുണ്ട്. പറഞ്ഞ അവർക്കാ നേരമില്ലാത്ത. നേരമില്ലെങ്കിൽ പിന്നെ എന്തിനാണാ നിൽക്കുന്നത്? ജനുവരി 14 സിനിമ റിലീസിനെത്തുകയാണ് കേട്ടോ. ജയൻ രവിയും നിത്യ മേനോനുമാണ് നായികമാരായിട്ട് എത്തുന്നത്. ഓക്കെ, അടുത്ത കിഴി മദ്രാസ്കാരൻ. ഷെയ്ൻ നിഗം നായകനാവുന്ന സിനിമയാണ്. ആളുടെ ആദ്യത്തെ തമിഴ് സിനിമ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 10 സിനിമ റിലീസിനെത്തും, സംക്രാന്തിക്ക്. ഓക്കെ നമുക്കോയ് വരി പ്രാവിൻകൂട് ഷാപ്പ്. ഷാപ്പിൽ മുപ്പിലുണ്ടാവും. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ രസമുണ്ടേ. അതായത് ഇതിന് മുൻപ് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് അമൽനീര് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വീണ്ടും ബിലാലിനെ തിരിയാട്ടോ, അല്ല മമ്മൂക്കയെ മനസ്സിലായി. ബിലാലിന്റെ അപ്ഡേറ്റ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഇതൊന്നും ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. ഒരു കമന്റ് എന്തായിരുന്നു അറിയോ? ഒന്നെങ്കിൽ ഡ്രോപ്പ് ആയെങ്കിൽ നിങ്ങൾ ഈ ഡീപ്പ് നിർത്തും മാറ്റി. ഇത് ബിലാലിന്റെ ആണല്ലോ. ഇപ്പോൾ 2017 2018 അനൗൺസ് ചെയ്തപ്പോൾ വന്നതാണ്, അപ്പെട്ടതാണ് ആ DP. അതൊന്ന് മാറ്റി, അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് ഇറക്കി വിടുന്നത്. സത്യം, അത് ഒരു സത്യമായിട്ടുള്ള കാര്യം. അയാളും DP മാറ്റിയാണ്ടല്ലോ. ഇന്നലെ കണ്ടതൊന്നും ആയിരിക്കുമല്ലോ ഓടേണ്ടി വരും. പിന്നെ അമൽനീരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കണ്ട, അതവിടെ ഉണ്ടാവില്ല. അതും വലിയ കാര്യമാണ്. അതായത് ഡ്രോപ്പ് ആയാലും ഇത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടുങ്ങിയിരിക്കുകയാണ് ശരിക്കും. അതിപ്പോ ഒന്ന് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അത് തുടങ്ങിയെങ്കിലും വെക്കായിരുന്നു. അതെ, അത് ഭയങ്കര പ്രശ്നമാ. അടുത്തത് സുമതി വളവ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. വളവ് കൊള്ളാം. ഓക്കെ, ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് കേട്ടോ സുമതി വളവ്. കാരണം ഒരുപാട് ന്യൂസുകളിലും ഇതിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സ്ഥലം, നമ്മൾ പണ്ട് മുതലേ കേട്ടോണ്ടിരിക്കുന്ന അല്ലേ? അതെ. അവിടെ എന്താണ് അവിടെയുള്ള സങ്കീർണത, അവിടെയുള്ള ആ സസ്പെൻസ്, അവിടെയുള്ള ആ ഒരു പ്രേതം, അവിടെയുള്ള ആ ഒരു നിഗൂഢത, അവിടെയുള്ളൊരു എന്താണ് പിന്നെന്താ ഡാർക്ക്, അവിടെയുള്ള ഇരുട്ട്, അവിടെയുള്ള വെളിച്ചക്കുറവ്, അതിന്റെയൊക്കെ ആ ഒരു അത് എന്ത് എന്നുള്ള അറിയാനുള്ള ത്രില്ല്. അടുത്തെന്താ? ചിദംബരം നെക്സ്റ്റ് മൂവി. അതായത് ചിദംബരം മലയാളത്തിലേക്ക്
വീണ്ടും തിരിച്ചു വരുന്നു മഞ്ഞുമൽ ബോയ്സിന് ശേഷം. റിട്ടേൺ ജിത്തു മാധവൻ. ചെറുക്കൻ നമ്മുടെ മുത്തണയുന്നു കേട്ടോ. KVN പ്രൊഡക്ഷൻ ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2025 തന്നെ സിനിമ റിലീസ് എത്തും എന്നാണ് കേൾക്കുന്നത്. ആസിഫ് അലിയാണ് നായകനായിട്ട് വരുന്നത്. അതായത് ഫ്രണ്ട്ഷിപ്പ് മൂവി, അതും ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള. അങ്ങനെ പറ. അതായത് ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള സ്റ്റോറി ആണെങ്കിൽ അത് ജിത്തു മാധവൻ തന്നെ ചെയ്യും സംവിധാനം. അതെ, ഇത് ട്രിവാൻഡ്രം ബേസ് ചെയ്തായതുകൊണ്ട് ആദ്യം ചെയ്തോന്ന്. സുശീൽ ശ്യാമൊക്കെയാണ് ഇതിന്റെ മ്യൂസിക്. അതായത് ആ ടീം മൊത്തത്തിലുണ്ട്. വീണ്ടും അടുത്ത പരിപാടി പിടിക്കുക കേട്ടോ. അതല്ല, ഈ ചിദംബരം അല്ലേ ഈ അടുത്ത് ബോളിവുഡിൽ നമ്മുടെ അനിൽ കപൂറിന്റെ ഒക്കെ കൂടെ ഉള്ള ഒരു ആക്ഷൻ മൂവി ചെയ്യുന്നത്. അങ്ങനെ സിനിമ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. നടക്കട്ടെ, വലിയ പരിപാടിയാണ്. മഞ്ഞുമൽ ബോയ്സേ കുഴിയിലേക്കാണ് മഞ്ഞുമൽ ബോയ്സിൽ പോയതെങ്കിൽ ഇത് കുഴിയിലേക്ക്. അതെ, ഉയരങ്ങളിലേക്ക് എത്തി. ഓക്കെ, അടുത്ത ദളപതി 69 സിനിമയുടെ ന്യൂ ഷെഡ്യൂള് തുടങ്ങാൻ പോവാണ്. എന്നാടാ? സെക്കൻഡ് വീക്ക് ജനുവരി. ജനുവരി സെക്കൻഡ് വീക്കിൽ ഇതിന്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങും. ചെന്നൈയിലാണ് കേട്ടോ. ഓക്കെ, കിഴി കിട്ടിയെന്നുള്ളൂ, അറിയില്ലായിരുന്നു എന്താണ് അപ്ഡേറ്റ് എന്ന്. ഫുൾ തിരക്കുള്ള മനുഷ്യനല്ലേ. അതാണ്. അടുത്തത് ദൈവമേ പറ. SSMB 29 തെലുങ്കു എല്ലാം പിടിച്ചാൽ മതിയായിരുന്നു. അത് മാത്രല്ല, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പിടിച്ചാൽ ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് ഒരുപാട് വലിയ സംഭവമായിട്ടൊന്നും അല്ല നടത്തിയിട്ടുണ്ടായിരുന്നത്, ഭയങ്കര രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ ഒരു സംഭവമായിരുന്നു എന്നാണ് കേട്ടത്. ഒരു മാപ്രകൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങളൊന്നും കയറിയിട്ടില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇത് വരും എന്ന് പറഞ്ഞിട്ടുള്ളത് 12-ാം തീയതിയാണ്, സംക്രാന്തി ദിവസമാണ് ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത്. പൂജ വീഡിയോ ഒക്കെ വരുമെന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ആയിരിക്കാം. എന്തായാലും നോക്കാം, കാത്തിരിക്കാം. ഓക്കെ. അടുത്തത് സായി അഭയങ്കർ മലയാളത്തിലേക്ക് വരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞതാണ് മലയാളത്തിലേക്ക് താൻ വരുന്നുണ്ട്. ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ട്, ആ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. ഗംഭീര സ്ക്രിപ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത കിഴി എവിടെ? മമ്മൂക്ക മമ്മൂക്കൊക്കെ പരിപാടി പേടിക്കണ്ട. ഇപ്പൊ ആൾറെഡി വന്നല്ലേ, ദേവയിൽ വന്നു, 2 ദേവയിലൂടെ വന്നു, പിന്നെ പ്രാവിൻകൂട് ഷാപ്പിലൂടെ ബിലാല് വന്നു. അടുത്തത് ഇനി മമ്മൂക്ക മകനെ തന്നിട്ടുണ്ട്, ലക്കി ഭാസ്കർ. ഇത് ഞങ്ങൾക്കറിയാം, ഇത് മമ്മൂക്ക എന്നെ തന്നതാണ്. അതായത് സിനിമ നെറ്റ്ഫ്ലിക്സിൽ 2024 ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്ത സിനിമയാണ് കേട്ടോ. അതുപോലെ ഗ്ലോബലി 10 സിനിമകളിൽ ലക്കി ഭാസ്കർ ഉണ്ട്. അതായത് ഇപ്പോഴും ട്രെൻഡ് 1 നിൽക്കുന്നു 5 വീക്കായിട്ട് നെറ്റ്ഫ്ലിക്സിന്റെ. അതിനുള്ള സാധനം ഉണ്ടതേ. ശരിക്കും ലക്കി ഭാസ്കർ മലയാള സിനിമയായി വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും കളക്ഷൻ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും ആളുടെ രീതി മാറ്റി പിടിക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ ഇവിടെ സംഭവിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കൂലേ ഇങ്ങനത്തെ ആ ഒരു ടൈപ്പ് സിനിമയൊന്നും ഇവിടെ നമ്മുടെ ഇവിടെ ചെയ്യൂല. ഓക്കെ, അടുത്ത കഴിയും. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, എൻ്റെ അഹങ്കാരത്തിൻ്റെ ആ ഒരു മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. MMMN മമ്മൂക്കയുടെ ലേക്കിഡ് പിക്ക് വമ്പൻ വൈറലായിട്ടുണ്ട്. പിക്ക് എല്ലായിടത്തും ട്രെൻഡായിരുന്നു. ഞാൻ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അഹങ്കാരം അങ്ങോട്ട് ഒലിച്ചിറങ്ങും അവൻ്റെ ഒരു പിക്ക്. അങ്ങനെ കിട്ടിയ ലുക്കില്, ഈ ലുക്കില് സുഷിൻ ഷാമിന്റെ ബിജിഎമ്മും ഈ ലുക്കും ഞാനിങ്ങനെ ആലോചിച്ചാൽ അതല്ലേ, ഇതിനകത്തുള്ളവർക്കൊക്കെ ഓരോ ബിജിഎമ്മും ഓരോ സംഭവം ഉണ്ടാവല്ലോ. എന്തായിരിക്കും അപ്പം ലാലേട്ടനാണെങ്കിൽ മറ്റേ സാധനാന്ന് പറയുന്നത്, ഡോണാന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ കൊടുക്കണ ബിജിഎം എന്തായിരിക്കും, ലുക്ക് എന്തായിരിക്കും, പൊളിയായിരിക്കും. 2 ലുക്കിലുണ്ടേ, രണ്ടുപേരും 2 ലുക്കിലുണ്ട്. അടിച്ച് പൊളിക്കോലോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ലീക്കാക്കാൻ പാടുണ്ട്. എന്തൊരു പൊട്ടത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഇത് ഭയങ്കര മോശമായി പോയിട്ട്. അതെ, മണ്ടൻ. ആരാണ് പുറത്തോട്ടെങ്കിൽ ആ ആള് സത്യത്തിൽ, അതായത് ഒരുമിച്ച് വരേണ്ട സാധനല്ലേ MMNന്റെ ഒക്കെ. നമുക്ക് ദുൽഖറിനെ ആക്കിയാലോ ആളിയാ? എന്താടാ ദുൽഖർ ആകാശം ലോ ഒക്കെ താര സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരിയിൽ തുടങ്ങും. ശരി. അതുപോലെ തന്നെ
2 നായികമാരുണ്ടായിരിക്കുന്നതാണ്. ഒന്ന് സായി പല്ലവി ആയിരിക്കും, മറ്റേ ആളാരാണാവോ? സായി പല്ലവി ഉണ്ടോ? മറ്റേ കുറിച്ച് എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? ഞാനത് മാത്രം നോക്കിയിട്ടുള്ളൂ, മറ്റുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റേ നോക്കുള്ളൂ. അതെനിക്കറിയാം. സായി പല്ലവി എന്തായാലും ഒരാൾ കൊണ്ടുപോയില്ലേ, നമുക്ക് വല്ല ചാൻസ് ഉണ്ടെങ്കിലോ? അതാണ് നോക്കിക്കോ. ഓക്കെ, എടുക്കട്ടെ. ഓ എടുത്തോ എടുത്തോ, ഒന്നിനും നിൽക്കല്ലേ, ലീഡ് ചെയ്ത് നിൽക്കല്ലേ, അതിന്റെ അല്ലേ. അടുത്തത് മാർക്കോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. മാർക്കോ 2 വരുന്നുണ്ട്, അതിൽ മമ്മൂക്ക വില്ലനെ. കറക്റ്റാ, നല്ല കൊടുക്കണം. ഏതായാലും നമുക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നാളെ കൊടുക്കേണ്ട കിഴിയല്ലോ. ആരും ആരുന്നില്ല, ഇന്നത്തേലും അങ്ങ് പോട്ടെ. നാളത്തേക്ക് വേറെ തരുവാടാ ഞാൻ. പോരെ, മാർക്കോനെ കിട്ടിയാ പോരെ, നിനക്ക് കിട്ടിയാ പോരെ. നാളത്തിലിടാനുള്ളതാണതേ. പക്ഷെ എന്തൊരു അതെന്താണെന്നുള്ളത് ഞാൻ അവിടെ കട്ട് ചെയ്യും. എന്നിട്ട് അത് ഇവനൊരു സാധനം വിളിച്ചു പറഞ്ഞു, നാളത്തെ കിഴി കൊടുക്കേണ്ട സാധനമാണ്. നാളെ ഇനിയിപ്പം ഇന്നത്തത് നമുക്ക് വേറെ രീതിയിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് മാർക്കോന്റെ ലെവലിലല്ല ഈ കിഴി. ഓക്കെ, അപ്പോൾ മാർക്കോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. തെലുങ്കിൽ 50 സ്ക്രീനിന്റെ മുകളിലേക്ക് 55 സ്ക്രീനിന്റെ മുകളിലേക്ക് വീണ്ടും ഇന്നത്തോടെ കൂട്ടാൻ പോവാണ്. പിന്നെ ഇന്ന് തമിഴിൽ റിലീസാട്ടോ. തമിഴന്മാർ പിന്നെ ഓൾറെഡി ഇതിന്റെ മലയാളം വേർഷൻ കണ്ടിട്ട് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഭയങ്കര നെഗറ്റീവ് എന്നല്ല, അവർക്ക് പുഷ്പ 2 ഒക്കെ ആയിരുന്നു. ബുദ്ധിയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പല ഇതിനകത്തും ഉണ്ടായിരുന്നു, നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു ലാസ്റ്റത്തെ. തെണ്ടി എന്നെ ജയിക്കാൻ വിടൂല. ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇവനെ വിടൂല. മമ്മൂട്ടി ജിതിൻ കെ ജോസ് മൂവി പുതിയൊരു പിക്ക് പുറത്തു വന്നിട്ടുണ്ട്. ചെറുക്കം വിടൂല. അട്ടപാട്ടെല്ലാം ലോക്ക് ചെയ്തിരിക്കും പോലെ, രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അത് ലാസ്റ്റ് ജയിച്ചും തോന്നും, പക്ഷെ ജയിക്കൂല. കാല് കുത്തണം തോന്നും, ചേച്ചി കാല് കുത്തരുത് കാരണല്ലേ, അതുപോലെ. എന്താണെങ്കിലും പിക്ക് ഇതാണ്. കിട്ടില്ല ലുക്ക്. ഈ ലുക്കില് ജിതിൻ കെ ജോസ് മൂവിയിൽ വില്ലനായിട്ട് സൈക്കോ കില്ലറായിട്ടുള്ള പൊളി പൊളി പൊളി. എന്താണെങ്കിലും പടം ഈ വർഷം റിലീസ് എത്തും. ആദ്യം എത്തുന്നത് ഡൊമിനിക്. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ്. കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. സമനില പിടിച്ചു തുടങ്ങിയല്ലോ, മതി.